ഹലോ ഗായ്സ്. അപ്പം സർവം മായ ഫിലിം കണ്ടിരിക്കുകയാണ്. പടം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫീൽ ഗുഡ് എൻ്റർടൈൻമെൻറ്റ് കോമഡി മൂവിയാണ്. സത്യമാണ്, തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സമയം പോകണം അറിവിടെ. നല്ല ഒരു ടൈം പാസിന് പറ്റിയ ഒരു ഫിലിമാണ്. പിന്നെ നവീൻ പോളിയൊരു കംബാക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ സിനിമയെ പറ്റി പറയാം. കാരണം നല്ലൊരു പെർഫോമൻസ് നവീൻ പോളി ഇതിൽ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമുക്കറിയാമല്ലോ, അജു വർഗീസ് ചെയ്യുമ്പോൾ ആ കോംബോ ഇതിൽ കിട്ടില്ലമായിട്ട് വർക്ക് ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഞാൻ കൂടുതൽ പറയാം. അതിന് മുന്നേ പടത്തിലെ ഡയറക്ടർ അഖിൽ സത്യൻ, ഗ്രേറ്റ് ഡയറക്ഷൻ, നല്ല ഡയറക്ഷൻ ആയിരുന്നു. എല്ലാ ഇമോഷനും പിന്നെ ഇതിൻ്റെ സ്റ്റോറിയും പുള്ളി തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അഖിൽ സത്യൻ തന്നെ എഴുതിയിരിക്കുന്നത്. ഗുഡ് സ്റ്റോറി, എല്ലാം നല്ലൊരു ഇതായിരുന്നു. ഡയലോഗ് ഡെലിവറീസ് എല്ലാം പൊളി. ഒരു ക്ലീശ ഡയലോഗ് ഒന്നുമില്ല, കറക്റ്റ് ഡയലോഗായിരുന്നു എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്റ്റോറി വെച്ച് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മോഹൻലാലിൻ്റെ വിസ്മയത്തുമ്പത്ത് അതിൻ്റെയൊക്കെ ഒരു സംഭവം അതിനകത്തുണ്ട്. പക്ഷേ അതൊരു വേറൊരു ജേണർ, ഇതും ഒരു സെപ്പറേറ്റ് നല്ലൊരു വേറെ ജേണർ ആണെന്ന് കുറച്ചൊക്കെ നമുക്ക് പറയാൻ പറ്റും. ആക്ച്വലി വിസ്മയത്തുമ്പത്തിലും ഉള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് കുറച്ചൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ആഡ് ചെയ്ത് പക്ഷെ കൊള്ളാം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോൾ പോലും ഒരു ക്ലീശ ഇല്ലാതെ ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. അവിടെയാണ് വിക്ടറി, അവിടെ ഡയറക്ടറിൻ്റെ ഒരു ജയം അവിടെ തന്നെയാണ് വരുന്നത്. ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ക്യാരക്ടേഴ്സിൽ വരാം. ഒന്നാമത്തെ നവീൻ പോളി കിടിലം പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ സ്ഥിരം കണ്ടു വന്ന ഒരു വെറുപ്പിക്കൽസ്, മറ്റേ അനാവശ്യ ചാളുപടി അവിടുത്തെ അങ്ങനത്തെ ഒന്നുമല്ല. കോമഡി ഉണ്ട് കറക്റ്റ് ആവശ്യത്തിന്. അവിടെ ആവശ്യത്തിന് കറക്റ്റ് കോമഡി ആയിരുന്നു. അങ്ങോട്ട് മുമ്പോട്ടും അല്ല പുറകോട്ടും അല്ല. അജു വർഗീസ് അതുപോലെ തന്നെ കറക്റ്റ്. അജു വർഗീസ് ഫുൾ കോമഡിയാണ്, അടിപൊളി. പിന്നെ അറിയില്ല, അജു വർഗീസും ഒന്നിച്ച് വന്നാൽ പിന്നെ നമുക്ക് അറിയാമല്ലോ, പൂരപ്പറമ്പാക്കും തിയേറ്റർ. ഒരുപാട് കോമഡി ഉണ്ട്, ചിരിക്കാൻ ഒരുപാടുണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ പ്രീതി, പുള്ളിക്കാരി നല്ലൊരു പെർഫോമൻസ്. പുള്ളിക്കാരിക്കെല്ലാം ഡാൻസറാണ് കേട്ടോ. ഡാൻസറാണ് പുള്ളിക്കാരി. പുള്ളിക്കാരി പ്രൊഫഷൻ തന്നെ. പുള്ളിക്കാരിക്കെല്ലാം ഡാൻസറാണ്. പെർഫോമൻസ് ഒക്കെ ഓക്കെ, നല്ല പെർഫോമൻസ്. പുള്ളിക്കാരി വരുന്ന സെക്കൻഡ് ഹാഫിലൊക്കെ ലാസ്റ്റാണ് പുള്ളിക്കാരിയുടെ എൻട്രിയൊക്കെ വരുന്നത്. പക്ഷെ കൊള്ളാം, റോളുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം കൺവേ ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ ജനാർദ്ദൻ ചേട്ടനുണ്ട്. പുള്ളിക്കാരനും അടിപൊളി കോമഡി. ഈ പ്രായത്തിൽ അങ്ങനെ കോമഡിക്ക് ഒരു കൈയും കണക്കുമില്ല. നൈസ് കോമഡിയാണ്. നമ്മൾ സമ്മതിക്കണം സത്യം പറഞ്ഞാൽ. ഇത്രയും പ്രായമായിട്ട് അയാൾ ഇപ്പോഴും ആ ഒരു നമ്മളെ ചിരിപ്പിക്കാനായിട്ട് ഇത്രയും ആ ഒരു എഫേർട്ട് ഇടുന്നത് നമ്മളത് കാണാതെ പോകരുത്. വലിയ കാര്യമാണ്. പുള്ളിക്കാർ ഇപ്പോഴും സ്ക്രീനിൽ നിന്ന് നമ്മളെ ചിരിപ്പിക്കുന്നത്. ഹാറ്റ്സ് ഓഫ് കൊടുത്തേ പറ്റുള്ളൂ ജനാർദ്ദൻ ചേട്ടന്. ഇത്രയും പ്രായമായി. 90s 70s തുടങ്ങിയ ആ സമയത്തൊക്കെ തുടങ്ങിയ ജേണി ഇപ്പോഴും 2K നമ്മളെ നമ്മളെ ഇപ്പോഴും ചിരിപ്പിക്കുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന് ഡിസർവിങ് ആണ്. ആ ഒരു പെർഫോമൻസിന് പൊളി പെർഫോമൻസ് ആണ് ജനാർദ്ദൻ ചേട്ടൻ. പുള്ളിക്കാരന് വയ്യ എങ്കിലും നമുക്ക് കഷ്ടപ്പെട്ട് ആ ഒരു എഫേർട്ട് അത് കാണാതെ പോകരുത്. പിന്നെ ഫൈനലി മെയിൻ ക്യാരക്ടർ നമ്മുടെ റിയ ഷിബു എന്ന് പറയുന്ന പുള്ളിക്കാരിയുണ്ട്. പുള്ളിക്കാരാണെങ്കിൽ ഗോസ്റ്റ് ആയിട്ട് വരുന്നത്. ഗോസ്റ്റ് അല്ലടേ, പക്ഷെ ഒരു കൊള്ളാം. അങ്ങനെ ഒരു പേടിക്കേണ്ട ടൈപ്പൊന്നും അല്ല. നല്ല എല്ലാം കൂടെ ചേർന്ന് ഒരു ഫീൽ ഗുഡ് ഫൺ എൻ്റർടൈൻമെൻറ്റ് ഗോസ്റ്റ് ആണ് പുള്ളിക്കാരി. നല്ല രസമാണ് പുള്ളിക്കാരിയുടെ ആ ഒരു ക്യൂട്ട്നെസ്, പെർഫോമൻസ് എല്ലാം. അതിലുപരി പുള്ളിക്കാരി ഒരു പ്രൊഡ്യൂസറും കൂടെയാണ്. 3-4 പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം റീസെൻ്റായിട്ട് മറ്റേ വീര സൂര ധീര വിക്രമിൻ്റെ പടം പ്രൊഡ്യൂസ് ചെയ്ത പുള്ളിക്കാരിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചു പടം വിചാരിക്കും, ഹൈ ക്ലാസ് ആണ്. നല്ല കിടിലം പ്രൊഡ്യൂസറാണ് പുള്ളിക്കാരി ആക്ച്വലി. ഇതിൽ ഈ സിനിമ വെച്ച് നോക്കുമ്പോൾ നല്ല പെർഫോമൻസ് ആയിരുന്നു. എക്സാക്ട്ലി ടോപ്പ് നോച്ച് പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് ഫീലിങ്സ് ഒക്കെ കൺവേ ആവും. പുള്ളിക്കാർ പറയുന്ന കാര്യങ്ങളും ഫീലിങ്സും എല്ലാം നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് സിനിമയിൽ. അത് ഒന്നാമത്തെ കാര്യമാണ്. അത് മതി. പെർഫോമൻസിലെല്ലാം പൊളിയായിരുന്നു. വേറെ ഒന്നും വിശദീകരിക്കില്ല. പിന്നെ അൽഫോൺസ് പുത്രനുണ്ട്. അയ്യോ, കുറച്ച് സംഭവമുള്ളൂ. അങ്ങേര് വന്ന് സ്ക്രീനിൽ നിറഞ്ഞിട്ട് പോയി, പൊളി. പിന്നെ കുറേ കാര്യം വിനീതൊക്കെ ഉണ്ട്. വിനീതൊക്കെ നല്ല റോളാണ്. അതൊക്കെ പറഞ്ഞാൽ പിന്നെ അങ്ങ് സ്പോയിലർ ആയിപ്പോവും. ബാക്കിയൊക്കെ നിങ്ങൾ തിയേറ്ററിൽ മസ്റ്റ് വാച്ചാണ്. പൊളി സിനിമ. ക്രിസ്മസിനൊക്കെ നമുക്ക് ആ ഫീൽ ഗുഡിന് പറ്റിയ സിനിമ കേട്ടോ. സത്യം, നമ്മളിപ്പം കാണാൻ പറ്റിയ സിനിമ തന്നെയാണ് ഈ സമയത്ത്. ഒരു ഫീൽ ഗുഡിന് പറ്റിയ സിനിമ തന്നെയാണ് സർവ്വമായും. പിന്നെ പടത്തിൻ്റെ മ്യൂസിക് ജസ്റ്റിൻ പ്രഭാകരൻ,
പുള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളാം, സോങ്സ് കൊള്ളാം, നല്ല എല്ലാം അത്യാവശ്യം കറക്റ്റായിട്ടുള്ളത് വെട്ടി വെട്ടി വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ള ഒന്നും മോശം പറയില്ല. നല്ലൊരു ഫീൽ ഗുഡ് മ്യൂസിക് പുള്ളിക്കാരനിൽ തന്നിട്ടുണ്ട് ഓഡിയൻസിന്. പിന്നെ അവസാനം ഇതിൽ പറയാണ്ട് ഇതിൻ്റെ ക്ലൈമാക്സ് നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കും. ഭയങ്കര രസം എൻ്റെ ക്ലൈമാക്സ് കേട്ടോ. ക്ലൈമാക്സ് ഭയങ്കര ഫീൽ ഗുഡാണ്. നമുക്ക് വിഷമവും വരും, ചെറിയൊരു സന്തോഷവും തരും. ഭയങ്കര ഒരു ഫീൽ ഗുഡ് ക്ലൈമാക്സ് ആണ് നമുക്ക് തരുന്നത്. ഒരു ഫണ്ണിൽ തുടങ്ങി അവസാനം നല്ല ഫണ്ണായിട്ട് ഇച്ചിരി ഒരു ചെറിയൊരു വിഷമത്തിന് കൂടെ നമുക്ക് ചിന്തിപ്പിക്കാനും സന്തോഷിക്കാനും കുറേ ഒരു എലമെൻറ്റ്സ് നമുക്ക് തരുന്നുണ്ട് സിനിമ. നല്ല ഫിലിം. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എന്താ പറയുക, ചിലപ്പോൾ ഇത് OTT കയറി ക്ലിക്കാവുമായിരിക്കും. തിയേറ്ററിലൊക്കെ പിന്നെ പറയും തിയേറ്ററിൽ മിസ്സായെന്ന്. തിയേറ്ററിൽ മസ്റ്റായിട്ട് കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. പൊളി. നെവിൻ്റെ ഒരു കിട്ടിലം കംബാക്ക് എന്ന് എനിക്ക് ഈ സിനിമയോട് എനിക്ക് മനസ്സുകൊണ്ട് എനിക്ക് തോന്നി. എവിടെയോ മിസ്സായി പോയ നെവിൻ പോളിനെ ഇതിൽ കണ്ടു എന്നുള്ളൊരു ഫീൽ എനിക്ക് സിനിമ കണ്ടപ്പോൾ എനിക്ക് കിട്ടിപ്പോയി. നല്ല നെവിൻ പോളി അടിപൊളിയായിരുന്നു. പെർഫോമൻസ് ഒക്കെ നല്ല ക്യൂട്ടായിരുന്നു. നെവിൻ പോളി ഇതിൽ പെർഫോം ചെയ്തതിന് എല്ലാം അടിപൊളിയായിരുന്നു. ഉറപ്പിക്കലോ ഒന്നുമില്ല, കറക്റ്റ് പൊളി പെർഫോമൻസ് ആയിരുന്നു എല്ലാം. ഒരു ഫീൽ ഗുഡ് പക്ക മൂവി തന്നെയായിരുന്നു സർവ്വമായം. ഗോ എൻജോയ് ദ ഫിലിം ഇൻ തിയേറ്റേഴ്സ്. ബൈ.